നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ പൗരത്വ വിഷയം വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു വിഷയമാണ്. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വത്തെ കൂടാതെ ബ്രിട്ടീഷ് പൗരത്വം കൂടി ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 9 അനുസരിച്ച് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം ക്യാൻസൽ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുബ്രഹ്മണ്യം സ്വാമിയാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധിയുടെ പൗരത്വ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നമ്മൾ മറ്റ് 2 വീഡിയോകൾ കൂടെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോകളും ഈ വീഡിയോയുടെ ആദ്യത്തെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിയുമെങ്കിൽ അതൊന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. സ്വാമിയുടെ കേസ് ഡൽഹി ഹൈക്കോടതി ഇന്നലെ, അതായത് സെപ്റ്റംബർ 26-ന് ഹിയറിങ്ങിന് ലിസ്റ്റ് ചെയ്തിരുന്നു. ഈ കോടതി ഇന്നലെ നിരീക്ഷിച്ചത് ഇതേ വിഷയത്തിൽ, രാഹുൽ ഗാന്ധിയുടെ പൗരത്വ വിഷയത്തിൽ അലഹബാദ് ഹൈക്കോടതിയിൽ മറ്റൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് വിഘ്നേഷ് ശിശിർ എന്ന കർണാടകത്തിൽ നിന്നുള്ള ഒരു BJP നേതാവാണ്. ഈ വിഘ്നേഷിൻ്റെ ആവശ്യം ഈ രാഹുൽ ഗാന്ധിയുടെ പൗരത്വ വിഷയത്തിൽ ഒരു CBI ടീമിനെ കൊണ്ട് അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അപ്പോൾ ആ കേസും അലഹബാദ് ഹൈക്കോടതിയിൽ ഉണ്ട് എന്നൊരു നിരീക്ഷണമാണ് ഇന്നലെ ഡൽഹി ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. ഇന്നലെ ഈ വിഷയം ഡൽഹി ഹൈക്കോടതിയിൽ ഹിയറിങ്ങിന് വന്നപ്പം കോടതി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അലഹബാദ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന കേസിൻ്റെ പെറ്റീഷനും മറ്റ് ഡീറ്റെയിൽസും കോടതിയുടെ മുന്നിൽ ഹാജരാക്കുവാനാണ്. കാരണം ഈ കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരേ വിഷയത്തിൽ ഒരേ സമയം 2 കോടതികളിൽ പ്രൊസീഡിംഗ് നടത്തുന്നത് ശരിയല്ല, ന്യായമായ ഒരു നിരീക്ഷണമാണ്. സ്വാമിയുടെ കേസ്, ഈ പെറ്റീഷൻ വീണ്ടും ഒക്ടോബർ 9 മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തിന് അത് വീണ്ടും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ ഒരുപക്ഷെ ഒക്ടോബർ 9 സ്വാമിയുടെ പെറ്റീഷൻ വീണ്ടും ഹിയറിങ്ങിന് വരുമ്പോൾ ഈ കോടതി ഒരുപക്ഷെ സ്വാമിയുടെ പെറ്റീഷൻ പിൻവലിച്ചിട്ട് വിഘ്നേഷ് ശിശിറിൻ്റെ അലഹബാദ് ഹൈക്കോടതിയിലെ പെറ്റീഷനിൽ കക്ഷി ചേരുവാൻ ആവശ്യപ്പെട്ടേക്കാം. അതിനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഇനി അലഹബാദ് ഹൈക്കോടതിയും വിഘ്നേഷ് ശിശിറിനോട് ഈ പെറ്റീഷൻ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടേക്കാം. കാരണം ഒരു വ്യക്തിയുടെ പൗരത്വത്തെ സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് കോടതിയല്ല, അത് കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നതുമല്ല. അതുകൊണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെ പൗരത്വ വിഷയത്തിൽ ഒരുപക്ഷെ കോടതി ഒരു തീരുമാനവും എടുക്കുവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അലഹബാദ് ഹൈക്കോടതി ഒരുപക്ഷെ ഈ കോടതിക്ക് മുന്നിൽ വിഘ്നേഷ് ശിശിർ സമർപ്പിച്ച പെറ്റീഷൻ പിൻവലിക്കുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടേക്കാം. എന്നിട്ട് ഈ സിറ്റിസൺഷിപ്പ് ആക്ട് അനുസരിച്ച് ഹോം മിനിസ്ട്രിക്ക് ഒരു പരാതി കൊടുത്ത് അത് ഫോളോ അപ്പ് ചെയ്യാൻ ഉള്ള ഒരു നിർദ്ദേശമായിരിക്കും മിക്കവാറും അലഹബാദ് ഹൈക്കോടതിയും നടത്തുന്നത്. എൻ്റെ ബലമായ സംശയം രാഹുൽ ഗാന്ധിക്ക് ഒന്നിലധികം പൗരത്വവും പാസ്പോർട്ടും ഉണ്ട് എന്ന പരാതി ശരിയായിരിക്കുവാനാണ് സാധ്യത. കാരണം ഇന്നേ നാൾ വരെ ഈ മനുഷ്യൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല. കാരണം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ വിഷയമല്ല. സുബ്രഹ്മണ്യം സ്വാമി ആദ്യമായിട്ട് ഇത് പൊതുസമൂഹത്തിൽ കൊണ്ടുവരുന്നത് 2015-ലാണ്. അന്ന് മുതൽ ഈ വിഷയം പൊതുസമൂഹത്തിലുണ്ട്. നമ്മുടെ ആഭ്യന്തര മന്ത്രി രാഹുൽ ഗാന്ധിക്കൊരു കത്തയച്ചു ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെളിപ്പെടുത്തുവാൻ. ഇന്ന് വരെ ആ കത്തിന് മറുപടിയോ അതിന് വ്യക്തമായ ഒരു മറുപടിയോ ഒന്നും രാഹുൽ ഗാന്ധി കൊടുത്തിട്ടില്ല. ഇതിൽ വ്യക്തതയും സുതാര്യതയും കൊണ്ടുവരേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. കാരണം അദ്ദേഹം ഇന്നത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്, പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ആ ഒരു ഉത്തരവാദിത്വം നിറവേറ്റേണ്ടത് രാഹുൽ ഗാന്ധി തന്നെയാണ്. അദ്ദേഹം അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത്. 2015 മുതൽ സുബ്രഹ്മണ്യം സ്വാമി രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തിൻ്റെ പുറകെയാണ്. ഇപ്പോൾ ഏതാണ്ടൊരു കൺക്ലൂഷനിലേക്ക് എത്തുവാനുള്ള സമയമായിട്ടുണ്ട്. അതിനുള്ള ഒരു സാഹചര്യം ഒത്തുവരുന്നുണ്ട്. ഇതൊരു നിയമ പോരാട്ടമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും സമയമെടുക്കും. പക്ഷേ ഇനി രാഹുൽ ഗാന്ധിക്ക് ഈ ഇരട്ട പൗരത്വ ആരോപണം ക്ലാരിഫൈ ചെയ്യാതെ അധിക നാൾ മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. മിക്കവാറും ഇയാളുടെ ഇന്ത്യൻ പാസ്പോർട്ടും പൗരത്വവും ക്യാൻസൽ ചെയ്യപ്പെടും. അതിനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ സംഭവിച്ചാൽ, രാഹുൽ ഗാന്ധിയുടെ പാസ്പോർട്ടും പൗരത്വവും ക്യാൻസൽ ചെയ്യപ്പെട്ടാൽ രാഹുൽ ഗാന്ധിക്ക് വീണ്ടും
പൗരത്വത്തിന് അപ്ലൈ ചെയ്യാം. അതിനുള്ള പ്രൊസീജിയറൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. അതിനൊരു ബുദ്ധിമുട്ടുള്ള കാര്യവുമല്ല. പക്ഷേ തിരികെ പൗരത്വം ലഭിക്കുവാൻ ഏതാണ്ട് ഒരു 7-8 കൊല്ലം എടുക്കും. അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയറൽ ടൈം. ആ ഒരു കാലയളവിൽ കോൺഗ്രസിന് മറ്റൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. അത് മാത്രമാണ് ഒരുപക്ഷെ അവശേഷിക്കുന്ന ഒരു ബുദ്ധിമുട്ട്. കോൺഗ്രസ്സിലായതുകൊണ്ട് അവർക്ക് അതും ഒരു ബുദ്ധിമുട്ടാവാൻ സാധ്യതയില്ല. ഇപ്പം BJPയിലോ ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്ന മറ്റേതെങ്കിലും പാർട്ടിയിൽ അടുത്തൊരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഒരു സംസ്ഥാന പ്രസിഡന്റിനെയോ ഈ കേന്ദ്ര പ്രസിഡന്റിനെയോ ഒക്കെ കണ്ടുപിടിക്കാൻ ഒരു ഫുൾ പ്രോസസ്സിലൂടെ പോകേണ്ടി വരും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കുന്നതിനോ പ്രസിഡന്റിനെ കണ്ടുപിടിക്കുന്നതിനോ ഒന്നും കോൺഗ്രസിന് മറ്റ് പാർട്ടികളെ അപേക്ഷിച്ച് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. പ്രിയങ്ക ഗാന്ധിയെയോ അവരുടെ പിള്ളേരെയോ ഇനി ആരും അവൈലബിൾ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിനെയോ വല്ലതും ഈ സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻറ്റായിട്ട് ഇവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് അവരുടെ ജനാധിപത്യം. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ പൗരത്വ വിഷയത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഒക്ടോബർ 9 വരെ നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.